നമ്മളിപ്പോൾ തൊടുപുഴയിലാണുള്ളത്. തൊടുപുഴയിൽ വെള്ളിയാമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. 2024 തുടങ്ങിയപ്പോൾ തന്നെ മലയാളികൾ അല്പം വിഷമത്തോടു കൂടി കേട്ട ഒരു വാർത്തയുണ്ട്. തൊടുപുഴ വെള്ളിയാമറ്റത്ത് 13 പശുക്കൾ ചത്തു. കുട്ടിക്കർഷകരായ സഹോദരങ്ങളുടെ പശുക്കൾ കൂട്ടത്തോടെ ചത്തു. 17 വയസ്സുള്ള ജോർജിന്റെയും 15 വയസ്സുള്ള മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. കപ്പത്തൊലി കഴിച്ചതാവാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചയാളാണ് മാത്യു. ഇന്നലെ വരെ ഇവിടെ നിറഞ്ഞ് പശുക്കളുണ്ടായിരുന്നു. എനിക്ക് കരച്ചിലായിട്ടുണ്ടാകും വേണ്ടിയിട്ട് അവ വളരെ കൂടി ഞങ്ങളെ വിളിച്ചു. അന്നേരമാണ് ഞങ്ങൾ ഈ സംഭവം പറയുന്നത്. അതായത് ഞങ്ങൾ ഓർത്ത് കുറച്ച് ഒന്നോ രണ്ടിടത്തിന് അങ്ങനെ പറ്റിയുള്ളൂ എന്ന് ഓർത്തെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി എല്ലാത്തിനും പറ്റി. ഏകദേശം 4 പശുക്കൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ആ കന്നുകാലികളെ പരിപാലിച്ചു കൊണ്ടിരുന്നത് 15-കാരൻ പയ്യൻ മാത്യു ബെന്നി. വളരെ ഹൃദയസ്പർശിയായ ആ ഒരു രംഗം കേട്ട ഉടനെ തന്നെ മാത്യു ബെന്നി എന്ന് പറയുന്ന വിദ്യാർത്ഥി തളർന്നു വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എന്തിന് ഈ വിദ്യാർത്ഥിയുടെ അടുത്തെത്തി എന്ന ചോദ്യത്തിന് മറുപടിയുണ്ട്. ലക്ഷ്യവും സ്വപ്നവും തേടിയെത്തുന്ന എല്ലാവരെയും ബ്രില്യൻറ്റ് എല്ലാ കാലവും കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി ഇന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചു, നമ്മുടെ മാത്യു എന്ന് പറയുന്ന നമ്മുടെ ഈ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വെറ്റിനറി ഡോക്ടർ ആവണമെന്നാണ്. ഈ വാർത്ത കണ്ട ഉടനെ ബ്രില്യൻറ്റ് അധികാരികൾ ആ വിദ്യാർത്ഥിയിലേക്ക് നമ്മൾ എത്തണമെന്നും ആ ആഗ്രഹം +1 +2 തൊട്ട് ഇനി നീറ്റ് ക്രാക്ക് ചെയ്യുന്ന അത്രയും നാൾ വരെയും കൂടെ നിന്ന് സാധ്യമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ജസ്റ്റിസ് സാറുണ്ട്, ജെറിൻ സാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലെറ്റർ ഹെഡ്, നമ്മുടെ ബ്രില്യൻ്റ് അധികാരികൾ ആ ഒരു വലിയ ഓഫർ വാഗ്ദാനം ചെയ്തതിൻ്റെ ആ ഒരു ലെറ്റർ ഹെഡ് അദ്ദേഹത്തിനുണ്ട്. ഇന്ന് നേരം പുലർന്നപ്പോൾ ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ കേരള സമൂഹം വളരെ വിഷമം പിടിച്ച ഒരു സാഹചര്യം, ഒരു കുടുംബത്തിനുണ്ടായ ഒരു വലിയ ഒരു പ്രശ്നം നേരിടുന്നതായിട്ട് എല്ലാ മലയാളികളും കണ്ടു. ഒരു കാലിത്തൊഴുത്തിലെ 13 പശുക്കൾ ചത്തൊടുങ്ങുന്നുണ്ടായി. ആ സാഹചര്യത്തിൽ അവർ വളരെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ആ കുടുംബത്തെ സഹായിക്കാൻ മലയാളി സമൂഹം അവരോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ആ പശുക്കളെ നോക്കി പരിപാലിച്ച മാത്യുവിൻ്റെ ആഗ്രഹം നല്ലൊരു വെറ്റിനറി ഡോക്ടർ ആകണമെന്നാണ്. ആ ആഗ്രഹത്തോടൊപ്പം നിന്ന് മാത്യുവിനെ ഒരു മികച്ച വെറ്റിനറി ഡോക്ടറാക്കാനായിട്ട് പാലാ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിലെ ഡയറക്ടേഴ്സും മാനേജ്മെൻറ്റും എൻ്റെ ബ്രില്യൻ്റ് ഫാമിലിയും കൂടെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. മാത്യുവിന് ബ്രില്യൻ്റിൽ വന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ ഒരുക്കുകയാണ്. ആ സമ്മതപത്രം ഇതോടൊപ്പം ഞങ്ങൾ മാത്യുവിൻ്റെ അന്മയ്ക്ക് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുകയും ചെയ്തു. മാത്യു ബെന്നി എന്ന കുട്ടിക്ക് ഈ പ്രത്യേക സാഹചര്യത്തിലുണ്ടായ വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. എൻട്രൻസ് എഴുതി വെറ്റിനറി സയൻസ് പഠിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതായി കണ്ടു. ആയതിനാൽ 10ാം ക്ലാസ് പഠനശേഷം +1 +2 പഠനകാലത്തുള്ള എൻട്രൻസ് കോച്ചിങ് സൗജന്യമായി പഠിപ്പിക്കാൻ ബ്രില്യൻ ടീം തയ്യാറാണ്. പിതാവ് മരിച്ചുപോയൊരു കുടുംബമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്ന ഈ ഒരു ക്ഷീരകൃഷിയിൽ നിന്നാണ്. ഒരു ക്ഷീരകർഷകനാവണമെന്നൊരാഗ്രഹം എന്ന് മുതലാണ് ഉള്ളിൽ ജനിക്കുന്നത്. ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പശുവിനെ വളർത്തണമെന്ന്. അപ്പയുടെ കൂടെ പശുവിൻ്റെ പുറകെ നടന്ന് അങ്ങനെയാണ് പശുവായിട്ട് വലിയ അടുപ്പം ഉണ്ടായത്. മാത്യുവിൻ്റെ ചേട്ടനാണ് ജോർജ്. എന്ത് ചെയ്യുന്നു? ഇപ്പം IELTS പഠിച്ചു കഴിഞ്ഞപ്പോൾ പോകണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിക്കുക. എൻ്റെ പേര് ഷൈനി. മോളുടെ പേര് റോസ്മേരി. അമ്മയെ തീർച്ചയായിട്ടും മക്കൾ നന്നായിട്ട് അധ്വാനിച്ച് വളരുന്ന മക്കളാണ് അല്ലേ? പപ്പ വേർപിരിഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതോടൊപ്പം തന്നെ നല്ല ഭാവിയുള്ള മക്കളായി വാർത്തെടുക്കണമെന്നും എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്ന പോലെ അമ്മയും ആഗ്രഹിക്കാറുണ്ട് ഇല്ലേ? തീർച്ചയായും.
മകൻ ഒരാൾ ഡോക്ടറാവണം, വെറ്റിനറി ഡോക്ടറാവണം. സ്വന്തം അച്ഛൻ്റെ ഒപ്പം നടന്നപ്പോഴാണ് ഇങ്ങനെ മൃഗങ്ങളെ പരിപാലിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അത് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് വെറ്റിനറി ഡോക്ടറാവണം എന്ന് പറഞ്ഞ ഒരാളാണ്. അത് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാകും. അതിനെക്കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയുക? അവൻ നല്ലൊരു വെറ്റിനറി ഡോക്ടറായിട്ട് ഈ നാടിനും സമൂഹത്തിനും നല്ലൊരു ഡോക്ടറായിട്ട് തന്നെ പേര് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബ്രില്യൻ്റ് പോലുള്ളൊരു സ്ഥാപനം ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് ഈ ഒരു വാർത്ത കേട്ടുകൊണ്ട്. മകൻ്റെ എല്ലാ പഠിത്തവും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു നിമിഷം അമ്മയ്ക്ക് എന്താ ഞങ്ങളോട് പറയാം? പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ് ഇപ്പോൾ ഈ ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ബ്രില്യൻ്റ് ഫാമിലിയിൽ നിന്ന് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് വളരെയേറെ സന്തോഷമുണ്ട്. ബ്രില്യൻ്റ് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരെയും ഒത്തിരി നന്ദി അറിയിക്കുന്നു. ആ ഒരു സമയത്ത് മോൻ കുഴഞ്ഞു വീണ എന്താ സംഭവിച്ചത്? ഇത് സഹിക്കാൻ പറ്റൂല. സ്നേഹിച്ച പശുക്കൾ മരിക്കുക എന്ന് പറയുന്നത് സങ്കടം. ആ ഒരു വിഷമം ഭയങ്കരമായിട്ട് ഉള്ളിൽ വരികയും അല്ലേ, താങ്ങാൻ പറ്റാതെ തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തമുള്ള വെറ്റിനറി ഡോക്ടറാവണം. കാരണം ഒരുപക്ഷെ ഒരുപാട് ഡോക്ടർമാരെ വിളിച്ചപ്പോൾ അവർക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ വരാൻ പറ്റിയില്ല. ആ ഒരു സമയത്ത് ഞാനൊരു ഡോക്ടറായിരുന്നെങ്കിൽ എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടല്ലേ? അത് ഞാനായിരുന്നെങ്കിൽ ചെന്ന് സഹായിക്കുമായിരുന്നു എന്ന് ഉള്ളിൽ തോന്നിയായിരുന്നു. അപ്പോൾ ഒരു പശുവിൻ്റെ അടുത്ത് ചെന്നാൽ അതിനെന്ത് അസുഖം ഉണ്ടെന്ന് വരെ നോക്കി മനസ്സിലാക്കാൻ പറ്റുമെന്ന് വരെ വാർത്തകൾ വന്നു. അത് എക്സ്പീരിയൻസ് കൊണ്ട് ആർജിച്ചെടുത്തതാണ്. അപ്പം ഇങ്ങനെ മരുന്നുകൾ ചെയ്യുന്നതും പിന്നെ അതുമല്ല ഡോക്ടർമാർ വന്ന് പശുക്കൾക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും അങ്ങനെ കണ്ടുപഠിച്ചതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ ഭാവി ഡോക്ടറാണ്. അതായത് വലിയൊരു തിരിച്ചറിവിൽ നിന്നാണ് എനിക്ക് വെറ്റിനറി ഡോക്ടർ ആവണം എന്ന് ഈ മകനും തോന്നിയത്. വലിയൊരു കാര്യമാണ്. ഇന്ത്യയിലെ ക്ഷീരകർഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേരാണ് ഇന്ത്യയുടെ മിൽക്ക്മാൻ ഡോക്ടർ വർഗീസ് കുര്യൻ സാർ. അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയായിട്ട് നല്ലൊരു വെറ്റിനറി ഡോക്ടറാകാനുള്ള മാത്യുവിൻ്റെ ആഗ്രഹത്തോടൊപ്പം എൻ്റെ ബ്രില്യൻ്റ് ഫാമിലി ഉണ്ട്. അതിന് എല്ലാവിധ ആശംസകളും ബ്രില്യൻ്റ് ഫാമിലി അറിയിക്കുകയാണ്. മാത്യുവിൻ്റെ +1+2 പഠനത്തോടൊപ്പം എൻ്റെ ബ്രില്യൻ്റ് ഫാമിലിയുടെ സപ്പോർട്ടിൽ ബ്രില്യൻ്റിലെ ഏറ്റവും പ്രഗത്ഭരായ രാജ്യത്തെ ഏറ്റവും മികച്ച അധ്യാപകരടങ്ങുന്ന ടീമിൻ്റെ ശിഷ്യനായിട്ട് ബ്രില്യൻ്റിൽ നിന്ന് പഠിച്ച് നല്ലൊരു വെറ്റിനറി ഡോക്ടറാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.